യെസ്, ഇത് നമ്മുടെ ജസ്റ്റിൻ ഇമാനുവലിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളത് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ താരമാണ് അദ്ദേഹം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കളിച്ചിട്ടുള്ള 2 ക്ലബ്ബുകൾ എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഗോകുലം കേരള എഫ് സിയും. കേരള ബ്ലാസ്റ്റേഴ്സിന് താരമായിരുന്നു അദ്ദേഹം. അത് ലോണി ഗോകുലം കേരള എഫ് സിയിലേക്ക് പോയി. വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ഗോകുലം കേരള എഫ് സി അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്ത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തൊരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാതിരിക്കാൻ പറ്റാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് ഗെയിം ടൈം വളരെയധികം കുറവായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഗോകുലം കേരള എഫ് സിയിലാണെങ്കിലും അതൊരു സെക്കൻഡ് ഹാഫ് പ്ലെയർ ആയിട്ടാണ് ഇറക്കിയിരുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലാണെങ്കിലും വളരെ കുറച്ച് പ്ലേയിങ് ടൈമാണ് കിട്ടിയത്. പക്ഷേ അദ്ദേഹം ടാലൻ്റാണ്. ഫ്യൂച്ചർ ഉറപ്പായിട്ടും അദ്ദേഹം മികച്ചൊരു ഫുട്ബോളറായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും എല്ലാവരും ഇമാനുവൽ ജസ്റ്റിന് ഒരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് കമൻറ്റ് ബോക്സിൽ നേരാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലാറ ശർമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ താരമായിരുന്നു ലാറ ശർമ്മ. ലോണിൽ ബംഗളൂരു എഫ് സിന്ന് അദ്ദേഹം വന്നു. എന്തായാലും ലോണൊക്കെ കഴിഞ്ഞ് ബംഗളൂരു എഫ് സി തിരിച്ചു വിളിച്ചിരുന്നു. എന്തായാലും തിരിച്ചു വിളിച്ച ലാറ ശർമ്മയെ ഇപ്പോൾ എഫ് സി ഗോവ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഫ് സി ഗോവ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാർക്കസ് മെർഗലോവ തന്നെയാണ്. എന്തായാലും ചിലപ്പോൾ എഫ് സി ഗോവ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവരുടെ ചില ഗോൾ കീപ്പേഴ്സൊക്കെ പോയി. ലാറ ശർമ്മ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്, എന്തായാലും നല്ല റീച്ച് ഉണ്ട്. സോ ലാറ ശർമ്മ വന്നു കഴിഞ്ഞാൽ ഏത് ടീമിനും നല്ല ബെനിഫിറ്റാണ്. സോ നമ്മൾ ഈ തരത്തിൽ മേടിക്കേണ്ടതായിരുന്നു. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.